എൽ ഡി എഫിൻ്റെ സമ്പൂർണ്ണ പരാജയം, അതായത് വലിയ തിരിച്ചടി, ഇത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല. ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെയൊക്കെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവർ തോൽക്കേണ്ടവരാണ് എന്ന് മനസ്സിലാകും. എന്തൊരു അഹങ്കാരമായിരുന്നു! ഇവിടെ ജനങ്ങൾ വെറും പട്ടികളാണ്, വെറും വേലക്കാരാണ്, ജോലിക്കാരാണ്, തങ്ങളുടെ അടിമകളാണ് എന്നായിരുന്നു ഓരോ എൽ ഡി എഫുകാരൻ്റെയും പ്രത്യേകിച്ച് CPM-കാരൻ്റെയും ഒക്കെ മനസ്സിൽ. ഇവരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളും, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ജയിക്കും, ഇനിയും ജയിക്കും, ഞങ്ങൾ ഇവരെ ഭരിക്കും എന്ന് പറഞ്ഞാൽ ഇവരെ ഭരിച്ച് നശിപ്പിക്കും. പാവപ്പെട്ടവൻ്റെ കഴുത്തിന് കയറി പിടിച്ച്, പാവപ്പെട്ടവൻ്റെ പള്ളക്കിട്ട് കുത്തി, പാവപ്പെട്ടവനെ പട്ടിണിക്കിട്ട്, അവന് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ വകമാറ്റി ചെലവഴിച്ച് ധൂർത്തടിച്ച്, സ്വന്തം ആൾക്കാരെ, പാർട്ടിക്കാരെ, സഖാക്കളെ അവിടെയും ഇവിടെയും തിരികെ കയറ്റി, ഇല്ലാ കഥകൾ മെനഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച്, തെറ്റിദ്ധരിപ്പിച്ച്, പറ്റിച്ച് ആണ് ഈ 10 കൊല്ലം പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ, പിണറായി വിജയൻ എന്ന ക്രൂരനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഭരണം നടത്തിയത്. ഡോക്ടർ ബി അശോക് പറയുന്നത് പോലെ ഏറ്റവും ക്രൂരനും പരാജിതനും അപഹാസ്യനുമായ മുഖ്യമന്ത്രി ആയിരുന്നു പിണറായി വിജയൻ. അതിൻ്റെ തിരിച്ചടി ജനങ്ങൾ കൊടുത്തു. ഒരൊന്നൊന്നര തിരിച്ചടിയായിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും ഇവർ ആരും പച്ച തൊടും. അതിപ്പോൾ ഇവരുടെ ഈ പുതിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കൂടി കരുതിയിരിക്കും കേട്ടോ. എന്തൊക്കെ വന്നാലും ശരി, ഇടതുപക്ഷം എന്ന ആ ഒരു അവസ്ഥ തന്നെ രാജ്യത്തില്ലാതായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു സ്റ്റോറി, 57-ന് ശേഷം ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് മുഖ്യമന്ത്രി ഇല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നും പറഞ്ഞ് ഇവരാരും വലിയ കേമന്മാരൊന്നുമല്ല. ദിവസവും ബുദ്ധദേവ് ഭട്ടാചാർജിയും മണിക് സർക്കാരും പിണറായി വിജയനും അച്യുത മേനോനുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. അതായത് സമ്പൂർണ്ണ CPM ശൂന്യമായ ഒരു ഭരണാവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതായത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ വട്ടപൂജ്യം, ഒന്നുമില്ലാത്തവനാണ്. ആ അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. കൊൽക്കത്ത തീസിസ് വഴി സായുധ വിപ്ലവത്തിലൂടെ ഭരണം നേടും, ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡാങ്കയും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഇവരുടെ വലിയ ചരിത്ര പുരുഷന്മാർ. ലോകത്തെവിടെയും കമ്മ്യൂണിസം തോറ്റു തുന്നം പാടിയിട്ടേ ഉള്ളൂ, കമ്മ്യൂണിസം ഇല്ലാതായിട്ടേ ഉള്ളൂ, ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ തല്ലി ഓടിച്ചിട്ടേ ഉള്ളൂ, തല്ലിക്കൊന്നിട്ടേ ഉള്ളൂ. അത് ഇവിടെ വരാതിരിക്കണമെങ്കിൽ ബംഗാളിൽ അതിൻ്റെ വേറൊരു വേർഷൻ നടക്കുന്നുണ്ട്. ഇത് ഇന്ത്യ ആയതുകൊണ്ട് മാത്രം തല്ലിക്കൊല്ലുന്നില്ല. കേരളത്തിലും അതുതന്നെ ആവർത്തിക്കും. തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇവരുടെ ഈ പരാജയമാണ് UDFൻ്റെ വിജയമായി ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ അത് മുട്ടിട്ട് പൂവിട്ട് വന്നത്. UDFുകാർ കേമന്മാരാണ് എന്നൊന്നും പറയുന്നില്ല. ലീഗൊക്കെ ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഭരിക്കുന്നത്. എന്തായാലും വിജയം നേടിയ UDFനും കോൺഗ്രസിനുമൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കമ്മ്യൂണിസം, ഇടതുപക്ഷ ആശയങ്ങൾ ഒക്കെ തകർന്ന് തുരുമ്പിച്ച് തീർന്നിരിക്കുന്നു. പിണറായി വിജയനെയൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ ഉടൻ തന്നെ ഉണ്ടാകും. ഇവരാരും വലിയ ചരിത്ര പുരുഷന്മാരൊന്നുമല്ല. ഇവർ നാടിനെ നശിപ്പിച്ചവരാണ്, ജനങ്ങളെ വെള്ളം കുടിപ്പിച്ചവരാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചവരാണ്, നാടിനെ കുട്ടിച്ചോറാക്കിയവരാണ്, നാടിനെ നട്ടം തിരിച്ചവരാണ്, ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിയവരാണ്. അവർക്കുള്ള ശിക്ഷ തീർച്ചയായിട്ടും ജനങ്ങൾ നൽകിക്കഴിഞ്ഞു, ഇനിയും നൽകിക്കൊണ്ടിരിക്കും. പണ്ട് പറയാറുള്ളത് പോലെ ചുവപ്പ് കൊടി കാണണമെങ്കിൽ അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം. ഇപ്പോൾ അതും കാണാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ചുവപ്പ് ലൈറ്റാണ്, കൊടിയില്ല അവിടെ. പിണറായി വിജയനെയൊക്കെ ജനങ്ങൾ പട്ടിയെപ്പോലെ കല്ലെറിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ജീവനം കൊണ്ട് രക്ഷപ്പെടാം. കാരണം ജനം ഇളകിയാൽ പിന്നെ രക്ഷയില്ല.